വെൽക്കം ബാക്ക് ടു മറ്റൊരു ബ്ലോഗ്. ഇന്നത്തെ കഥ ഒന്നുമില്ലെങ്കിൽ ഷൂട്ട് ഡേ ആണ് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഷൂട്ട് എങ്ങനെ കാണിച്ചു തരാം. ഇവിടെയാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ ഷൂട്ട് നടക്കുന്നുള്ളത്. ഈ കാണുന്ന സെറ്റിന്റെ ബിഹൈൻഡ് ദ സീനിലോട്ട് വരുമ്പോൾ മെയിൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ റാഷിക്കിന്റെ ഐഡിയ ആയിരുന്നു മൊത്തത്തിൽ. ഓനൊരു അവാർഡ് കിട്ടിയ ഡയറക്ടറും കൂടിയാണ്. പിന്നെ സെറ്റ് ഉണ്ടാക്കാൻ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ട അനന്തുന്റെ അഭിനയം പണി. ഓന് ക്യാമറ കണ്ടിട്ടാകുമ്പോൾ വീഡിയോ വരാൻ വേണ്ടിട്ട് എടുത്ത പണിയേ അല്ല ഗൈസ്. അപ്പൊ നമുക്ക് നേരെ ഷൂട്ടിലോട്ട് കിടക്കാൻ ഗൈസ്. ഷൂട്ടിന് മുമ്പ് സ്ക്രിപ്റ്റ് റൈറ്റർ അതിഥി നമുക്ക് സ്ക്രിപ്റ്റെല്ലാം പറഞ്ഞിരുന്നുണ്ട്. അങ്ങനെ സ്ക്രിപ്റ്റെല്ലാം പഠിച്ചിട്ടായിട്ട് സുബിന്റെ വക ടച്ചപ്പ് എല്ലാം ഉണ്ടായിരുന്നു ഗൈസ്. ഓന് ടച്ച് ചെയ്താണോ അല്ല തക്കം കിട്ടിയപ്പോ കവളത്തടിച്ചതാണോ എന്ന് അറിയില്ല ഗൈസ്. അങ്ങനെ നമ്മളെ ഷൂട്ട് തുടങ്ങി ഗൈസ്. ആക്ഷൻ കേട്ടതും പിന്നെ ഞാൻ അഭിനയിക്കായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ വലിയ ആക്ടർ ആണെന്ന് അറിയില്ല ഗൈസ്. റാഷിക്ക് ടേക്ക് എടുപ്പിക്കുന്നതിന് എണ്ണം കണക്കില്ലായിരുന്നു ഗൈസ്. പിന്നെ എടുത്ത് പറയേണ്ട ഷോട്ട് ഇതായിരുന്നു ഗൈസ്. ഞാൻ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിട്ട് 30 ടേക്കെങ്കിലും എടുത്തിട്ടുണ്ടാവും. ഡൈവിട്ടിട്ട് നടുവടിയത്ത് എന്റെ ബാക്കി. പിന്നെ പണ്ട് സിനിമയിൽ മമ്മൂട്ടി പറഞ്ഞ പോലെ പടം കാണുന്ന വൈബൊന്നും ഷൂട്ട് കാണാൻ ഉണ്ടാവില്ല ഗൈസ്. അപ്പൊ ഇതിന്റെ ഔട്ട് കാണുന്നുണ്ടെങ്കിൽ ടീം ഹാക്കർ അക്കാഡമി എന്ന് പറയുന്ന പേജിലായിരിക്കും വരാം. ഷൂട്ടിന്റെ ഇടയിൽ ബ്രേക്ക് കിട്ടിയപ്പോ ചെറിയ ഒപ്പന വൈബൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ആ ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും ഷൂട്ട് തുടങ്ങി ഗൈസ്. ഇതിൽ ഞാനൊരു ഫ്രീക്കിനായിട്ട് ആയിരുന്നു. കൂടെ 2 അനന്തോസും ഹാക്കേഴ്സ് ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങളെ നീണ്ട ഒരു ദിവസത്തെ ഷൂട്ടിൽ ഞങ്ങൾ 2 ആഡ് ഷൂട്ട് ചെയ്തു ഗൈസ്. അങ്ങനെ 2ാമത്തെ ദിവസവും നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് മൊത്തം ഔട്ട്ഡോർ ഷൂട്ടായിരുന്നു ഗൈസ്. ഇന്ന് നമ്മളെ ലൊക്കേഷൻ മെട്രോ, ലുലുവും പിന്നെ ഔട്ട്സൈഡും ആയിരുന്നു. മെട്രോയിലെ ഹാക്കർ ഞാനും, ലുലുവിലെ അനന്തും, ഔട്ട്സൈഡ് സുബിനും ആയിരുന്നു ഗൈസ്. പബ്ലിക്കിന്റെ ഇടയിലുള്ള ഷൂട്ടിംഗ് അത് ഭയങ്കര ടാസ്കും ആയിരുന്നു. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസും ആയിരുന്നു ഗൈസ്. പിന്നെ ഷൂട്ടിന്റെ ഇടയിൽ ഞങ്ങൾക്ക് ലവ് കാർട്ടിന്റെ ഡയറക്ടറെ കാണാനുള്ള ഭാഗ്യം കിട്ടി. ആളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആള് ഭയങ്കര പാവാണ്. പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റും ഡയറക്ടിംഗ് ഒക്കെ ഓനായിരുന്നു. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ വിഷപ്പിൽ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞു പോകും. ഫ്രീക്ക് ജ്യൂസ് കൊടുക്കുന്നുണ്ട് അവിടെ. ഓസിക്ക് കിട്ടിയതെങ്കിലും ആസിച്ച് കുടിക്കണം എന്നല്ലേ ഗൈസ് പഴഞ്ചൊല്ലി. ജ്യൂസ് മാത്രമല്ല ചിപ്സും ഉണ്ടായിരുന്നു ഗൈസ് ഫ്രീ. ഇത് സംഭവം അവരുടെ പുതിയ ഫ്ലേവർ ലോഞ്ചിങ് ആയിരുന്നു ഗൈസ്. നിങ്ങൾ ഇതുവഴി പോവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്യാൻ മറക്കണ്ട ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പ്രോട്ടീൻ വാങ്ങിച്ചിട്ട് കഴിക്കാൻ തുടങ്ങി ഗൈസ്. ഞങ്ങൾ ഇവിടെ ചിക്കൻ കഴിക്കുമ്പോൾ വെജിറ്റേറിയൻ അതിഥിക്ക് ഇടയ്ക്ക് കഴിച്ച് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പോകുന്ന വഴിക്ക് ചുളുവിന് ഒരു ഫോളോവറിനും കൂടി കൂട്ടിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഫോളോവറിനും കിട്ടിയ സന്തോഷത്തോടെ ഞങ്ങൾ ഇതാ ലുലുന്ന് ഇറങ്ങി നേരെ ഓഫീസിലോട്ട് പോവാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ 2 ദിവസത്തെ ഷൂട്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പം